ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ഹാൻഡ് ടൂൾസിനെ പറ്റി പറഞ്ഞു. ഇത് അവസാനത്തെ ഹാൻഡ് ടൂൾസിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ്. ട്രേഡ് ഹാൻഡ് ടൂൾസ് നാലാമത്തെ ഒബ്ജക്റ്റീവ്സ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഇലക്ട്രീഷ്യൻ ട്രേഡിന് ഉപയോഗിക്കുന്ന ടൂൾസുകളുടെ ലിസ്റ്റും അതേപോലെ തന്നെ ഓരോ ടൂൾസും സ്പെസിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഓരോ ടൂൾസിൻ്റെയും യൂസ് അതേപോലെ സൈസ് എങ്ങനെ പറയാമെന്നുള്ളൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതൊന്നാമത് ടാപ്പ് ആൻഡ് ഡൈ സെറ്റ്. എന്താണ് ടാപ്പ് ആൻഡ് ഡൈ സെറ്റ്? ടാപ്പ് എന്ന് പറഞ്ഞാൽ യൂസ് ടു മേക്ക് ആൻ ഇൻറ്റേർണൽ ത്രെഡ് എയ്തർ റൈറ്റ് ഓർ ലെഫ്റ്റ് ഹാൻഡ്. നമുക്ക് ഇൻറ്റേർണൽ ത്രെഡ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതാണ് അതിൻ്റെ ഉപയോഗിക്കുന്ന ടാപ്പ് എന്ന് പറഞ്ഞ സാധനം. ഇതാണ് ഇത് ഉപയോഗിക്കുന്ന നട്ട് അല്ലേ, നട്ടിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ ത്രെഡാണുള്ളത്. അപ്പോൾ അത് ഇൻറ്റേർണൽ ഉള്ളിൽ ത്രെഡ് ഇടാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് റൈറ്റ് ഓർ ലെഫ്റ്റ് ഹാൻഡ് ഏത് ഭാഗത്തേക്കാണെങ്കിലും നമുക്ക് അതിനെ പറ്റിയ ടാപ്പ് അവൈലബിൾ ആണ്. ഇനി ടാപ്പ് റഞ്ച് ഉണ്ട്. ടാപ്പ് റഞ്ച് ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ടാപ്പ് നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ അലൈൻ ചെയ്യാനും അതേപോലെ തന്നെ പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ ഈ സാധനം നമ്മളെന്താണ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിൽ ഇത് വെച്ചിട്ട് ഹോള് ഉള്ളിൽ എന്താണ് ഇൻറ്റേർണൽ ത്രെഡ് ഇടാനാണ്. അപ്പോൾ ആ ഉള്ളിൽ ത്രെഡ് ഇടാനും വേണ്ടി ഈ സാധനം എന്താണ് ഇവിടെ ഈ ഭാഗം ഇവിടെ കുടുക്കിയിട്ട് എന്താണ് താഴേക്ക് നമ്മൾ ആ ഹോളിലേക്ക് ഈ ഭാഗം ഇറക്കി വെക്കും. എന്നിട്ട് എന്താണ് ഈ ഹാൻഡിൽ പിടിച്ചിട്ട് തിരിക്കുകയാണ് ചെയ്യുക. ഏത് ഭാഗത്തേക്കാണ് തിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഹാൻഡിൽ പിടിച്ചിട്ട് തിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ ടാപ്പ് റഞ്ച് നമ്മൾ എന്താണ് ടാപ്പ് അതിൽ ഫിറ്റ് ചെയ്തിട്ട് ടാപ്പ് റഞ്ചിൽ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ത്രെഡ് ഇടുക. അതിന് വേണ്ടിയാണ് ടാപ്പ് റഞ്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ടാപ്പും ഇത് ടാപ്പ് റഞ്ചുമാണ്. ഇനി ഡൈ ആൻഡ് ഡൈ സ്റ്റോക്ക്. ഡൈ ആർ യൂസ് ടു കട്ട് എക്സ്റ്റേണൽ ത്രെഡ്. ഇപ്പോൾ ഇൻറ്റേർണൽ ത്രെഡിനാണ് നമ്മൾ ടാപ്പ് പറഞ്ഞത്. ഇത് ഡൈ ആണ്. ഇൻറ്റേർണൽ ത്രെഡ് ഇടാനും വേണ്ടി ഡൈ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഡൈ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡൈ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഇതാണ് ഡൈ. അപ്പോൾ ഈ ഡൈ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളെന്താണ് ഈ രണ്ട് ഭാഗം പിടിച്ചിട്ടാണ് എന്താണ് നമ്മൾ ബോൾട്ട് അല്ലേ, ബോൾട്ട് ഉണ്ടാക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡൈ ആൻഡ് ഡൈ സ്റ്റോക്ക്. ഡൈ എന്ന് പറഞ്ഞതാണ് നമ്മൾ എക്സ്റ്റേണൽ ത്രെഡിന് ഉപയോഗിക്കുന്നത്. അത് ഡ്രൈവ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഡൈ സ്റ്റോക്ക്. സർഫേസ് പ്ലേറ്റ്. പ്ലേറ്റ് എന്താണ്? ഫ്ലാറ്റ് സർഫേസ്, ഗ്രേറ്റ് എന്താണ് ആക്യുറസി കൂടിയ ഫ്ലാറ്റ് സർഫേസാണ്. ഒരു ഫ്ലാറ്റ് സർഫേസാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? നമ്മൾ മാർബിൾ കൊണ്ടോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ കൊണ്ടോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് കൊണ്ടോ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രാനൈറ്റോ അല്ലെങ്കിൽ കാസ്റ്റ് അയണോ. ഇത് ഉപയോഗിക്കുന്നത് എന്താണ്? ഫ്ലാറ്റ്നെസ് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ്. വേറൊരു സർഫേസിൻ്റെ ഫ്ലാറ്റ്നെസ് എന്താണ് വേറുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് മെഷറിങ്ങിനും വേണ്ടി അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിനും വേണ്ടി അല്ലെങ്കിൽ മാർക്കിംഗ് പർപ്പസിനോ വേണ്ടി വേറെ ഇൻസ്ട്രുമെൻറ്റുകളുടെ കൂടെ എന്താണ് ഒരു വേറൊരു സർഫേസിൻ്റെ ഫ്ലാറ്റ്നെസ് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ് നമ്മളിത് സർഫേസ് പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഗ്രാനൈറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇത് ഈ കാണുന്ന സാധനമാണ് എന്താണ് സർഫേസ് പ്ലേറ്റ്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ഒബ്ജക്റ്റിൻ്റെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാം. അടുത്ത ഷീറ്റ് മെറ്റൽ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസുകളെ പറ്റിയാണ്. ഷീറ്റ് മെറ്റൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടി കുറഞ്ഞ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പെട്ടിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്താണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഷീറ്റ് മെറ്റൽ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്കെന്താണ് ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാക്കണം. ആ സ്വിച്ച് ബോർഡ് ഉണ്ടാക്കണമെങ്കിൽ എന്താണ് ഷീറ്റ് മെറ്റൽ കൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കണമെങ്കിൽ എന്താണ് ആ ഷീറ്റ് മെറ്റൽ അതിന് ഉപയോഗിക്കുന്ന ടൂളുകളെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഒന്നാമത് സ്നിപ്പ്. സ്നിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കട്ടിംഗ് ടൂളാണ്. ഷീറ്റ് മെറ്റൽ എന്താണ് കട്ടി കുറഞ്ഞ ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു കട്ടിംഗ് ടൂളാണ് സ്നിപ്പ്. സ്നിപ്പ് എന്താണ് രണ്ട് തരമുണ്ട്. ഒന്ന് സ്ട്രൈറ്റ് സ്നിപ്പ്, നേരെയുള്ള കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ട്രൈറ്റ് സ്നിപ്പ്. ഇതിൻ്റെ പേരാണ് ഓർത്ത് വെക്കേണ്ടത്. എന്താണ് ഷീറ്റ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ സാധനം എന്താണ് അതിൻ്റെ സ്നിപ്പ് എന്നാണ് പേര്, സ്ട്രൈറ്റ് സ്നിപ്പ്. ഇനി കർവൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ കർവായിട്ട് ബെൻഡുകൾ കട്ട് ചെയ്യണമെങ്കിൽ ബെൻഡ് സ്നിപ്പാണ് ഉപയോഗിക്കുക. ഇവിടെ നോക്കുന്നത് ഇവിടെ ബെൻഡ് ആണ് ഈ ഭാഗം. ഇവിടെ ആണെങ്കിൽ എന്താണ് ഫ്ലാറ്റാണ്, സ്ട്രൈറ്റാണ്. അപ്പോൾ എന്താണ് രണ്ട് സ്നിപ്പുകളാണ്, സ്ട്രൈറ്റും ബെൻഡും. ഇനി ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. ഔട്ട്സൈഡ് മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയാർന്ന
ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. വളരെ കൃത്യമായിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ ഓരോ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റിയതാണ്. എന്തൊക്കെ മെഷർമെൻ്റ് ആണ്? ഷീറ്റിൻ്റെ തിക്നെസ്, അതേപോലെ ഷീറ്റിൻ്റെ അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ ഒക്കെ തിക്നെസ് നമുക്ക് നോക്കാൻ. അതേപോലെ തന്നെ ഒരു റൗണ്ട് ഒബ്ജക്റ്റിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ അളക്കാൻ. റൗണ്ട് ഒബ്ജക്റ്റിൻ്റെ ഔട്ട്സൈഡ് എന്ന് ചെറിയ ബോള് അങ്ങനെ എന്താണ് റൗണ്ട് ഒബ്ജക്റ്റ് അങ്ങനത്തെ അതിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ അളക്കാനും അതേപോലെ തന്നെ പ്ലേറ്റിൻ്റെ ഷീറ്റിൻ്റെ ഒക്കെ തിക്നെസ് അളക്കാൻ വളരെ കൃത്യതയാർന്ന എന്താണ് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റാണ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. ഇതിൻ്റെ ആക്യുറസി ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ആക്യുറസി എത്രയാണ്? 0.01 mm ആണ് ഇതിൻ്റെ മൈക്രോമീറ്റർ. ±0.01 mm ആക്യുറസിയിൽ നമുക്ക് ഇതിൻ്റെ അളവ് കിട്ടും. അതാണ് വളരെ കൃത്യതയാണ് ഇതിൻ്റെ എന്താണ് നമ്മൾ അളന്നാൽ അത്രയും ആക്യുറസിയിൽ 0.01 mm കൂടുകയോ കുറയുകയോ ചെയ്യാം. അതാണ് +or- എന്ന് പറഞ്ഞത്. അത്രേ എന്താണ് മാറ്റം വരുള്ളൂ. അപ്പോൾ എന്താണ് വളരെ ആക്യുറസി കൂടിയ വളരെ കൃത്യതയാർന്നൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ ആക്യുറസി 0.01 mm ആണ്. ഇനി സോളിഡ് കോൾഡ് പഞ്ചസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഷീറ്റ് മെറ്റലിൽ ഹോളുകൾ ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൾഡ് പഞ്ച്. ഷീറ്റ് മെറ്റലിൽ ഹോള് ഉണ്ടാക്കാനും വേണ്ടി 2 തരം കോൾഡ് പഞ്ചിന്. ഒന്ന് സോളിഡ് കോൾഡ് പഞ്ച്. ഇത് നോക്കുക, സോളിഡ് കോൾഡ് പഞ്ചാണ്. ഇത് എന്താണ് ഇത് ഇങ്ങനെയുള്ള ഭാഗം എന്താണ് അടിച്ചിട്ട് നമ്മൾ ആമ്പറെടുത്ത് അടിച്ചിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് ടു പഞ്ച് സ്മാൾ ഹോൾസ് ഇൻ തിൻ ഗേജ് ഷീറ്റ് മെറ്റൽ. കുറച്ച് ഗേജ് കൂടിയ ഷീറ്റ് മെറ്റലിൽ എന്താണ് പഞ്ച് ചെറിയ ഹോളുകൾ പഞ്ച് ചെയ്യാനും വേണ്ടിയാണ് സോളിഡ് കോൾഡ് പഞ്ച് ഉപയോഗിക്കുന്നത്. എന്നാൽ രണ്ടാമത്തത് എന്താണ് ഹോളോ കോൾഡ് പഞ്ചാണ്. ഹോളോ കോൾഡ് പഞ്ച് ഇത് നോക്കുക, നമ്മൾ കണ്ടതെന്താണ് ഇത് ഷീറ്റ് മെറ്റലിന് ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ എപ്പോഴും കാണാൻ പറ്റിയ സാധനമാണ്. എന്താണ് നമ്മുടെ ലെതറിൻ്റെ ബെൽറ്റ് അല്ലേ, ഇത് എന്താണ് ഇങ്ങോട്ട് പോരും. അപ്പോൾ 2 തരം പഞ്ചുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സോളിഡ് കോൾഡ് പഞ്ചും ഹോളോ കോൾഡ് പഞ്ചും. ഇനി ഫോൾഡിങ് ടൂൾസാണ്. ഷീറ്റ് മെറ്റൽ നമുക്ക് എന്താണ് മടക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ആംഗിൾ സ്റ്റീലാണ് ഒന്നാമത്തത്. ഈ കാണുന്ന സാധനം ഈ കാണുന്ന 2 സാധനങ്ങളാണ് ആംഗിൾ സ്റ്റീൽ. എന്താണ് 90 ഡിഗ്രി ഫോൾഡ് ചെയ്യാനും വേണ്ടി ഷീറ്റ് 90 ഡിഗ്രി ഫോൾഡ് ചെയ്യാനും വേണ്ടിയാണ് ആംഗിൾ ഷീറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ഫോൾഡിങ് ബാർ ഷീറ്റ് മെറ്റലിനെ ബെൻഡ് ചെയ്യാനും വേണ്ടി ക്ലാമ്പ് ചെയ്ത് പിടിക്കാനും വേണ്ടി ഫോൾഡിങ് ബാറാണ് ക്ലാമ്പ് ചെയ്യണത്. എന്താണ് ഈ ഷീറ്റ് മെറ്റൽ ഇതിൻ്റെ ഇടയിൽ ഇവിടെ വെച്ചാൽ ഷീറ്റ് മെറ്റൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഫോൾഡ് ചെയ്ത് പിടിക്കാൻ ഈ ഷീറ്റ് മെറ്റലിൻ്റെ ഫോൾഡിങ്, അതാണ് ഫോൾഡിങ് ബാർ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഫോൾഡിങ് ബാറിനെ നമ്മൾ ഒരു വൈസിൽ ക്ലാമ്പ് ചെയ്തിരിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഷീറ്റ് മടക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യാം. അതിന് ഫോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക. അതിനുള്ളൊരു ബാറാണ് ഫോൾഡിങ് ബാർ. പിന്നെ സ്റ്റേക്സ് ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ സ്റ്റേക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബെൻഡിങ്, സീമിങ് ആൻഡ് ഫോമിങ് ഓഫ് ഷീറ്റ് മെറ്റൽ ദാറ്റ് കനോട്ട് ബി ഡൺ ഓൺ റെഗുലർ മെഷീൻ. ഒരു റെഗുലർ മെഷീനിൽ ചെയ്യാൻ കഴിയാത്ത ഷീറ്റ് മെറ്റൽ എന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയാത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഷീറ്റിനെ ബെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ സീമിങ്ങും ഫോമിങ് ഓരോ മോഡൽ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ നോക്കുക. ഈ സാധനം നമ്മളെന്താ ഇതാണ് സ്റ്റേക്ക്. ആ സ്റ്റേക്ക് എന്താണ് നമ്മളൊരു എന്തെങ്കിലും ഒരു ബക്കറ്റിലോ എന്തെങ്കിലും മണൽ നിറച്ചിട്ട് അതിൽ എന്ത് ചെയ്യും, ഇത് ഇറക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇത് നോക്കുക, ഷീറ്റ് മെറ്റൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോൾഡ് ചെയ്യാം, എല്ലാ വർക്കുകളും ചെയ്യാം. സ്റ്റേക്കിൻ്റെ ഉപയോഗം ബെൻഡിങ്, സീമിങ് ആൻഡ് ഫോമിങ് ഓഫ് ഷീറ്റ് മെറ്റൽ. ഇനി നോച്ചസ് ഇത് എന്താണ് സാധനം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നോച്ചസ് ആർ ദി സ്പേസസ് പ്രൊവൈഡഡ് ഫോർ ജോയിൻ ദി എഡ്ജസ്. എന്താണ് ഒരു ഷീറ്റ് മെറ്റലാണ്, അതിനെന്ത് ചെയ്യണം, മടക്കിയിട്ട് ഇത് മടക്കാനുള്ള ബെൻഡിങ് ലൈനാണ്. അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു പെട്ടി ഒരു ഇത് ഈ ഒരു ഷീറ്റ് കൊണ്ട് നമുക്ക് എന്താണ് ഒരു പെട്ടി ഉണ്ടാക്കണമെങ്കിൽ അതെന്താണ് ചെയ്യും, നമ്മൾ മടക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്യണ ആ എഡ്ജിനെ എന്താണ് ജോയിനിങ് എഡ്ജ് അല്ലേ, കട്ട് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഇത് മടക്കി ജോയിൻ ചെയ്യുക. അപ്പോൾ ആ എഡ്ജിനെ പറയുന്ന പേരാണ് നോച്ച്. ലേഔട്ടിൽ ഇത് വി നോച്ചാണ്, വി ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇത് വി നോച്ച്. അപ്പോൾ നോച്ച് എന്നുള്ളത് നമുക്ക് എഡ്ജ് ജോയിൻ ചെയ്യാനും വേണ്ടി നമ്മളൊരു കട്ടിങ് ഉണ്ടാക്കണം. ലേഔട്ട് നമ്മൾ മെറ്റൽ ഷീറ്റ് പോലെ കട്ട് ചെയ്തിട്ട്
ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേരാണ് വി നോച്ച്. അങ്ങനെ പലതരം നോച്ചുകളുണ്ട്. അപ്പോൾ പിന്നെ ഇത് മനസ്സിലാക്കി വെക്കുക. എന്താണ് നമ്മൾ എഡ്ജ് ജോയിൻ ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസിനെയാണ് നോച്ച് എന്ന് പറയുക. ഇനി ഹെം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, എന്താണ് നമ്മൾ ബോർഡറിൽ അല്ലേ, ഇവിടെ ഈ ബോർഡറിൽ എന്താണ് ഉണ്ടാക്കണേ, ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കണ ഈ സാധനം ഇവിടെ നോക്കുക, മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എഡ്ജ് അല്ലെ ബോർഡർ ഉണ്ടാക്കുക. എന്നാ ബോർഡർ മെയ്ഡ് ബൈ ഫോൾഡിങ്, മടക്കിയിട്ട് നമ്മൾ എന്താണ്, ഇത് എന്തിനാണ്, നമ്മളിത് ഷീറ്റ് മെറ്റലാണ്, വളരെ കട്ടി കുറഞ്ഞ ഷീറ്റാണ്. അപ്പോൾ എന്താണ് അത് നമുക്ക് പിന്നെ പിടിക്കുമ്പോൾ മെറ്റൽ എന്താണ് ഷാർപ്പ് എഡ്ജായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പിടിക്കുമ്പോൾ നമ്മളെ കൈ പിന്നെ എന്താണ് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്റ്റിഫ്നെസ് ഒഴിവാക്കിയിട്ട് എന്താണ് ഷീറ്റ് മെറ്റലിൻ്റെ ഷാർപ്പ് എഡ്ജിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്താണ് മടക്കിയിട്ട് ആ ബോർഡർ എഡ്ജ് ഉണ്ടാക്കുന്ന ആ സാധനത്തിൻ്റെ പേര് ഈ ഇവിടെ മടക്കിയിട്ട് എന്താണ് ഇങ്ങനെ നമ്മുടെ പിന്നെ എന്താണ് ഷാർപ്പ് എഡ്ജ് ഒഴിവാക്കാനും വേണ്ടി ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ഹെം. എന്താണ് ഇത് പ്രിവെൻറ്റ് ദി ഷീറ്റ് ഫ്രം ഡാമേജ്, ഒന്ന് പിന്നെ ഷീറ്റ് ഡാമേജ് ആവാതിരിക്കാൻ, അതേപോലെ തന്നെ വിയർ ദി എഡ്ജ് പിന്നെ പെട്ടെന്ന് തേഞ്ഞ് പോകാതിരിക്കാൻ, അതേപോലെ നമ്മുടെ കൈ സംരക്ഷിക്കാൻ, ഇങ്ങനെയൊക്കെ അതിൻ്റെ ഉപയോഗം. അപ്പോൾ പേര് നോക്കുക, ഹെം എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ മടക്കി വെക്കുന്നതിന് ഹെമ്മാണ്. പിന്നെ എന്താണ് കട്ടിങ് ഉണ്ടാക്കുന്നതിന് നോച്ച് എന്നാണ് പറയുക. പിന്നെ അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി റിവറ്റ് അല്ലേ, റിവറ്റ് ഇപ്പോൾ നമുക്ക് എന്താണ് അലൂമിനിയം ഷീറ്റ് അല്ലേ, നമ്മുടെ പിന്നെ എല്ലാ ഇതിലും എന്താണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകൾ എപ്പോഴും കാണാൻ പറ്റുന്ന, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവാം, എപ്പോഴും കാണാൻ പറ്റുന്ന സാധനമാണ് റിവറ്റ് അല്ലേ. ഇത് ഉപയോഗിച്ചിട്ടെന്താണ് ഈ സാധനം റിവറ്റ് ചെയ്യുകയാണ്. ഇതാണ് റിവറ്റിൻ്റെ ടൂള്. അപ്പോൾ റിവറ്റിംഗ് ദി വൺ ഓഫ് ദി സാറ്റിസ്ഫാക്ടറി മെത്തേഡ് ഓഫ് മേക്കിംഗ് പെർമനൻറ്റ് ജോയിൻ്റ് ഓഫ് ടു പീസസ്. രണ്ട് പീസുകൾ ഇവിടെ നോക്കുക, രണ്ട് പീസാണ്. അപ്പോൾ ആ രണ്ട് പീസുകൾ എന്താണ് പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടൊരു മെത്തേഡാണ് റിവറ്റിങ്. ഈ റിവറ്റ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഇതിലൊക്കെ ചെയ്യുക. എന്താണ് ഇത് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഭാഗമാണ് ഇവിടെ രണ്ട് ഭാഗത്തും ഉണ്ടാവുക. ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ ഈ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതും കൂടെ വലിക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇത് വലിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഭാഗം ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ ഒരു ജോയിൻ്റായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ ആ റിവറ്റ് എന്താണ് പിന്നെ ജോയിൻ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ എന്താണ് ഇത് വലിയ ജോയിൻറ്റുകളുണ്ട്. ബ്രിഡ്ജ്, പിന്നെ ഇരുമ്പിൻ്റെ പാലങ്ങൾക്ക്, അതുപോലെ ഷിപ്പ്, ക്രെയിന്, സ്ട്രക്ചറൽ സ്റ്റീൽ വർക്ക്, വലിയ സ്റ്റീൽ വർക്കുകൾക്ക്, ബോയിലർ, എയർക്രാഫ്റ്റ്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ റിവറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കാണിച്ചത് നമ്മളെന്താണ് ചെറിയ റിവറ്റാണ്. നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന റിവറ്റാണ് ഇവിടെ കാണിച്ചത്. വലിയ റിവറ്റുകൾ, ഈ തോതിലുള്ള വലിയ റിവറ്റുകളുണ്ട്. എന്താണ് റിവറ്റുകൾ പല ടൈപ്പ്, ഇതിൻ്റെ ഹെഡിനനുസരിച്ച് പല ടൈപ്പ്. ഇവിടെ ഇത് ഹെഡാണ്, ഇത് ഷാങ്കാണ്. ഈ ഷാങ്ക് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഇതിൻ്റെ സൈസ് പറയുക ഷാങ്കിൻ്റെ ഡയമീറ്ററും ലെങ്ത്തും നോക്കിയിട്ടാണ്, പിന്നെ ഷാങ്കിൻ്റെ ഡയമീറ്ററും ലെങ്ത്തും നോക്കിയിട്ടാണ് ഇതിൻ്റെ സൈസ് പറയുക. അപ്പോൾ ഈ ഹെഡിനനുസരിച്ച് ഈ ഹെഡ് എങ്ങനെയാണോ, ടിൻമാൻ ഹെഡ്, ഇങ്ങനത്തെ ഈ ഹെഡാണെങ്കിൽ ടിൻമാൻ എന്നാണ് പേര്. പിന്നെ ഫ്ലാറ്റ് ഹെഡ്, റൗണ്ട് ഹെഡ്, കൗണ്ടർ സങ്ക്, ഇങ്ങനെയുള്ള നമ്മുടെ സ്ക്രൂവിൻ്റെ അല്ലേ, ആ കൗണ്ടർ സങ്ക് സ്ക്രൂ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇതിനെന്താണ് ഇവിടെ ഈ പിന്നെ ഹെഡാണെങ്കിൽ കൗണ്ടർ സങ്ക് എന്നാണ് പറയുക. അപ്പോൾ ഇതിലുള്ള ഈ ഷാങ്ക് എന്ന് പറഞ്ഞ സാധനം എന്താണ് നമ്മൾ വലിച്ചിട്ട് ഈ ഡീഫോമിങ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക റിവറ്റ് ഉണ്ടാക്കുന്നത്. ടു ഫോം ദി ഹെഡ്, ദീസ് ആർ മെയ്ഡ് ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ ലൈക്ക് ലോ കാർബൺ സ്റ്റീൽ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് പൊട്ടി പോകുന്ന സൈസ് മെറ്റീരിയലാണ്. എന്താണ് ലോ കാർബൺ സ്റ്റീൽ, ബ്രാസ്, കോപ്പർ ആൻഡ് അലൂമിനിയം അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് ഓഫ് റിവറ്റ്സ് ആർ ഡിപ്പെൻഡ് ബൈ ദി ഡയമീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് ദി ഷാങ്ക്. ഇതാണ് ഇതിൻ്റെ പിന്നെ ഷാങ്ക് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അതാണ് അതിൻ്റെ ഡയമീറ്റർ ലെങ്ത്ത്, അതേപോലെ തന്നെ ഡയമീറ്ററിൻ്റെയും അനുസരിച്ചാണ് ഷാങ്കിൻ്റെ ലെങ്ത്ത് ഡയമീറ്റർ അതിനനുസരിച്ചാണ് പിന്നെ സൈസ് പറയുക. ഇനി അടുത്ത സ്ക്രൂ. ഇത് പിന്നെ സ്ക്രൂവിനെ പറ്റി ഇപ്പോൾ എന്താണ് പറയുക എന്നുള്ളത് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത് നമ്മൾ ആക്കിയത്. ഇതിൻ്റെ ലെങ്ത്ത്, ഇവിടെ സ്ക്രൂവിൻ്റെ ലെങ്ത്ത് നമ്മൾ എത്രയാണ് നമ്മൾ കണക്കാക്കേണ്ടതെന്നാണ്. ഇത് നോക്കുക, ഇവിടെ എ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ ജോയിൻ ചെയ്യാനാണ് നമ്മൾ സ്ക്രൂ അല്ലേ
ഒരു മുകളിലുള്ളതും താഴെയുള്ളതുമായിട്ടുള്ള ഒരു സാധനം പിന്നെ വുഡിൻ്റെ സാധനം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രൂ ഉപയോഗിച്ചത്. അപ്പോൾ ഈ എന്താണ് മുകളിലുള്ള ഈ പിന്നെ വുഡിൻ്റെ എന്നാണ് അതിൻ്റെ തിക്നെസ്, എന്ന് പറയുന്നതാണ് അതിൻ്റെ തിക്നെസ്. ഇവിടെ ഇതിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നെന്താണ് വുഡിൻ്റെ പിന്നെ ഫൈബർ അല്ലെ, അതിൻ്റെ നാരുണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റും. ആ ഫൈബറിന് ഏത് രീതിയിലാണ് വെച്ചത്, പാരലലായിട്ടാണോ വെച്ചത് അല്ലെങ്കിൽ അതിനെന്താണ് എക്രോസ് ആയിട്ടാണോ, ഫൈബർ ഇങ്ങനെയുള്ള എന്താണ് എക്രോസ് ആയിട്ട് ആണോ വെച്ചത് എന്നുള്ള രീതിയിനനുസരിച്ച് എന്താണ് സ്ക്രൂവിൻ്റെ അളവിന് മാറ്റം വരും. ഇവിടെ നോക്കുക ഇതാണ് വെൻ എക്രോസ് ഫൈബേഴ്സ്, ഇവിടെ നോക്കുക എക്രോസ് ആയിട്ടാണെങ്കിൽ ഫൈബറിന് അതിൻ്റെ ആ നാരുകൾക്ക് എക്രോസ് ആയിട്ടാണെങ്കിൽ എന്താണ് 2 times എ എന്നുള്ളതിൻ്റെ 2 times ഇങ്ങോട്ട് വേണം, സ്ക്രൂ ഇങ്ങോട്ട് കയറി നിൽക്കണം, ഏനേക്കാൾ 2 times ഇങ്ങോട്ട് കയറിക്കണം. എന്നാൽ ഈ ഫൈബേഴ്സിന് പാരലലായിട്ടാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ 2.5 മുതൽ 3 times എൻ്റെ 2.5 മുതൽ 3 times ഇങ്ങോട്ട് കയറണം. കാരണം ഇത് പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് 2.5 മുതൽ 3 times ഇങ്ങോട്ട് കൂടുതൽ വേണം. അപ്പോൾ എന്താണ് ഈ എൻ്റെ 2.5 മുതൽ 3 times ഇങ്ങോട്ട് കയറി നിൽക്കണം. ഇവിടെ ആണെങ്കിൽ 2 times ആണ്. ഇനി എന്താണ് കട്ടി കൂടിയ സ്ക്രൂ നമ്മൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് വുഡിലും കട്ടി കുറഞ്ഞ സ്ക്രൂ ഉപയോഗിക്കുന്നത് ഹാർഡ് വുഡിലുമാണ്. നമ്മൾ തേക്കിൻ്റെ ഒക്കെ വുഡാണെങ്കിൽ നമ്മളെന്താണ് കട്ടി കുറഞ്ഞ ഗേജ് തിന്നർ ഗേജിലുള്ള സ്ക്രൂ ആണ് ഉപയോഗിക്കുക. ഗേജ് കൂടിയത് സോഫ്റ്റ് വുഡിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് നമ്മൾ എടുത്തത് പിന്നെ ആദ്യം തന്നെ ഇൻറ്റേർണൽ ത്രെഡ് എക്സ്റ്റേണൽ ത്രെഡ് ഇടാനും വേണ്ടി ടാപ്പ് ആൻഡ് ഡൈസെറ്റിനെ പറ്റിയാണ്. പിന്നെ സ്നിപ്പ് എന്താണ് നമ്മൾ പിന്നെ കട്ട് ചെയ്യാൻ പിന്നെ ഷീറ്റ് മെറ്റൽ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെ പറ്റിയാണ് പിന്നെ പറഞ്ഞത്. സ്നിപ്പ് ഒന്ന് പിന്നെ കട്ട് ചെയ്യാനും വേണ്ടി പിന്നെ ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന സ്നിപ്പ് 2 തരമുണ്ട്. ഒന്ന് ബെൻഡ് സ്നിപ്പും സ്ട്രൈറ്റ് സ്നിപ്പും. പിന്നെ മൈക്രോമീറ്റർ എന്താണ് പിന്നെ ഷീറ്റിൻ്റെ തിക്നെസ്സും അതേപോലെ തന്നെ പ്ലേറ്റിൻ്റെ ഒക്കെ തിക്നെസ്, പിന്നെ റൗണ്ട് ഒബ്ജക്റ്റിൻ്റെ ഡയമീറ്റർ അളക്കാൻ അത് വളരെ കൃത്യതയാണ്. അതിൻ്റെ 0.01 mm ആണ് അതിൻ്റെ ആക്യുറസി. പിന്നെ സോളിഡ് കോൾഡ് പഞ്ച് 2 തരം, സോളിഡ് കോൾഡ് പഞ്ച്, ഹോളോ കോൾഡ് പഞ്ച്. പിന്നെ എന്താണ് ഫോൾഡിങ് ടൂൾസിനെ പറ്റി പറഞ്ഞു. ആംഗിൾ സ്റ്റീൽ 90 ഡിഗ്രി മടക്കാനും വേണ്ടിയാണ്. പിന്നെ ഫോൾഡിങ് ബാർ, പിന്നെ സ്റ്റേക്ക് ബെൻഡിങ് സീവിങ് ആൻഡ് ഫോമിങ് ഓഫ് ഷീറ്റ് മെറ്റൽ. പിന്നെ നോച്ചസ് എന്താണ് ഷീറ്റ് മെറ്റലിൻ്റെ എഡ്ജുകൾ ജോയിൻ ചെയ്യാനും വേണ്ടി ഉണ്ടാക്കുന്ന സ്പേസ്. ഹെമ്മ് നമ്മൾ എഡ്ജ് മടക്കി വെക്കുന്നതിനാണ് ഹെമ്മ് എന്ന് പറയുക. പിന്നെ റിവറ്റിനെ പറ്റി, സ്ക്രൂവിനെ പറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെന്താണ് നമ്മുടെ ഹാൻഡ് ടൂൾസിനെ പറ്റിയുള്ള ക്ലാസ് ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത ക്ലാസ് ഇനി നമ്മൾ എന്താണ് ഇലക്ട്രീഷ്യൻ്റെ ബേസിക് ക്ലാസ്സുകൾ, ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് അടുത്ത ക്ലാസ്സിൽ പോവും. അപ്പോൾ ബേസിക് ഇലക്ട്രിസിറ്റീനെ പറ്റിയുള്ള ക്ലാസ്സാണ് അടുത്തത്. എല്ലാവരും ഈ ക്ലാസ് ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളും കണ്ട് നമ്മൾ എന്താണ് ഹാൻഡ് ടൂൾസിനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇനി ഒരു കടയിൽ പോയിട്ട് എന്താണ് ഹാൻഡ് ടൂൾസ് വാങ്ങാൻ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സൈസ് പറയാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ആ സൈസ് പഠിച്ചു വെക്കുക. എല്ലാവർക്കും നന്ദി.